എല്ലാവർക്കും നമസ്കാരം. SCK സന്ധ്യ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും എല്ലാവർക്കും നന്ദി പറയുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് നോക്കിക്കേ, ഈ എന്താണെന്നറിയില്ല, ഈ പീച്ചിൽ ഈ തയ്യയുടെ ചോട്ടിൽ പടത്തിയതാണ് കണ്ടോ. ഇത് മുറിഞ്ഞു പോയി, ആകെ ഇത് ഉണങ്ങിപ്പോയിരിക്കുവാണ്. ഇതേ കണ്ടോ, എനിക്ക് ആകെ വിഷമമായി. ഒത്തിരി പീച്ചിങ്ങയൊക്കെ ഇതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഓരോ തയ്യയുടെ ചുവട്ടിലുമാണ് ഞാനിങ്ങനെ നട്ടിരിക്കുന്നതെന്ന്. കണ്ടോ, ദേ പീച്ചിങ്ങയൊക്കെ കിടക്കുക. നല്ല പീച്ചിങ്ങയായിരുന്നു കേട്ടോ. കണ്ടോ, ഈ പീച്ചിങ്ങയൊക്കെ നല്ല നല്ല നീളമുള്ള പീച്ചിങ്ങയായിരുന്നു. കഷ്ടം. അത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണ്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അതെ, പക്ഷേ ഇവിടെയൊക്കെ ഈ പീച്ചിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് മുറിഞ്ഞു പോയതാണ് ആ മറ്റേ പീച്ചിൽ. അപ്പോൾ ഈ തെങ്ങിൽ പടർത്തിയിരിക്കുന്ന ഈ പീച്ചിൽ നിന്നും കുഴപ്പമില്ല. ഇതിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ 2 പീച്ചിങ്ങ എടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ നിന്നാണ്. അപ്പോൾ മറ്റുള്ള തയ്യിലൊക്കെ പടർത്തിയിരിക്കുന്ന പീച്ചിങ്ങയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ തയ്യിലും ഓരോ പീച്ചിൽ. അപ്പോൾ ഈ വശത്താണ് പീച്ചിലൊക്കെ പടർത്തിയിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ആണ് നമ്മൾ പടവലം പാവലയൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ഇതിന് കൊടുക്കേണ്ട സ്ലറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്ലറി തയ്യാറാക്കിയാണ് ഇതിനൊക്കെ വളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഓരോ തെങ്ങ് വാഴയൊക്കെ കുലച്ചിട്ടുണ്ട്. കണ്ട, ഇതിലൊക്കെ നല്ല പീച്ചിങ്ങ നമുക്കുണ്ട്. നല്ല നീളമുള്ള പീച്ചിൻ്റെ ഇനമാണ് കേട്ടോ. ഒത്തിരി നീട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ തയ്യിലുമാണ് നമ്മൾ ഓരോ പീച്ചിൽ പടർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം മുഴുവൻ പീച്ചിലാണ്. ഈ തെങ്ങിൻ തൈകളുടെ എല്ലാം വളർത്തിയിരിക്കുന്നത് പീച്ചിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ വാഴയാണ് കേട്ടോ. വാഴ കൃഷിയാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ വാഴയാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ 80 തെങ്ങിൻ തൈകൾ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ വെക്കേഷൻ വരുവാണല്ലോ. അപ്പോൾ തെങ്ങിൻ തൈകളൊക്കെ നടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ. പക്ഷേ ഇവിടെ അതെ, ഇത് നോക്കിക്കേ, ഇവിടെ ഇത് ചെല്ലി കുത്തിയ ഭാഗമാണ്. ചെല്ലി കുത്തിയിട്ട് ഞാൻ പച്ച കർപ്പൂരവും പാറ്റാഗുളികയും വച്ചാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ. അപ്പോൾ ഇതും ഇത് കണ്ടോ വെട്ടി നിർത്തിയിരിക്കുവാണ്. ഈ തെങ്ങിൻ തൈയൊക്കെ ഇത് കൂമ്പ് വരുന്നുണ്ട്. അപ്പം ഇതും അതുപോലെ തന്നെ ചെല്ലിയുടെ ആക്രമണത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലൊന്നും ഞാനുണ്ടല്ലോ ഒന്നും നട്ടില്ലായിരുന്നു. പീച്ചിലോ പടവലോ പാവലോ ഒന്നും നട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഇനി നമ്മൾ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ പാകി നിർത്തിയിട്ടുണ്ട്. പാവൽ പടവൽ ഇതൊക്കെ പടവലമൊക്കെ പാകി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാ തൈയുടെ ചോട്ടിലും നടാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ ഒരു കുടംപുളി മരം മറിഞ്ഞു പോയതാണ് കാറ്റത്ത്. പക്ഷേ ഇവിടെ കിടന്നുകൊണ്ടാണെങ്കിൽ പോലും, മറിഞ്ഞ് കിടന്നുകൊണ്ട് തന്നെ ഇത് നിറച്ച് കായ്കൾ ഉണ്ടാവുന്നുണ്ട്.